UDFന്റെ പ്രകടനം തുടങ്ങി ടൗണിലേക്ക് എത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് പറയാണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ 50ഓളം പേർ സംഘടിച്ചു നിൽക്കുകയാണ്. അവരുടെ കയ്യിൽ പല മാരകായുധങ്ങളുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോരുത്. സ്വാഭാവികമായിട്ടും UDF പ്രവർത്തകർക്ക് അവർ ക്ഷുഭിതരായി. നാദി കാണിച്ചതിന് ശരിയല്ല. ഇങ്ങനെ അവിടെ സംഘർഷം ഉണ്ടായപ്പോൾ ഇതറിഞ്ഞ DCC പ്രസിഡന്റ് ശ്രീ പ്രവീൺ കുമാറും MP ഷാഫി പറമ്പിലും കൊയിലാണ്ടിയിലെ എൻ്റെ ഇന്നലത്തെ യാത്രയുടെ വിജയത്തിന് വേണ്ടിയുള്ള യോഗം കൂടുകയും അപ്പോഴാണ് വാർത്ത എത്തുന്നത് അവിടെ ഇങ്ങനെ സംഘർഷമുണ്ട്. ഈ രണ്ടുപേരും അവിടെ സ്ഥലത്ത് വന്നു. ഇനിയുണ്ടായ സംഭവങ്ങൾക്ക് നിങ്ങളും സാക്ഷിയാണ്. അവിടെ MP-യെ പോലീസ് വളഞ്ഞിട്ട് തല്ലുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. അതിനെ തുടർന്ന് പ്രതിഷേധ യോഗം ഉണ്ടായി. മൂന്നാം ദിവസം റൂറൽ SP ശ്രീ ബൈജു അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ലാത്തിചാർജ് നടത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. സാധാരണ രീതിയിൽ ലാത്തിചാർജ് നടത്തുമ്പോഴോ ഗ്രനേഡ് എറിയുമ്പോഴോ മുൻകൂട്ടി സൂചന നൽകാറുണ്ട്, കഴിയുന്നത് അടിച്ചോടിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ പോലീസിലൊരു വിഭാഗം കുഴപ്പമുണ്ടാക്കി. ഇത് റൂറൽ SP തുറന്ന് സമ്മതിച്ചാണ്. ഈ പ്രഖ്യാപനം കഴിഞ്ഞ് 10 മിനിറ്റ് കഴിയുമ്പോഴാണ് CPM നേതാവായിട്ടുള്ള സജീഷിന്റെ സ്റ്റേറ്റ്മെന്റ് പുറത്തു വരുന്നത്. അദ്ദേഹമാണ് പറയുന്നത് സ്ഫോടക വസ്തു എറിഞ്ഞു UDF പ്രവർത്തകർ. എന്നാൽ പോലീസിന്റെ ആദ്യത്തെ FIR ഇങ്ങനെ സ്ഫോടക വസ്തുവിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഇവിടുത്തെ ഒരു ചോദ്യം, റൂറൽ SP പോലും തെറ്റ് സമ്മതിച്ചപ്പോ എങ്ങനെയാണ് സജീഷിന് ഇങ്ങനെ വാർത്ത കിട്ടിയത്? അതിനെ തുടർന്നാണ് പിന്നീട് പരിശോധന, ഫോറൻസിക് വിഭാഗത്തിന്റെ വരവ്, കേസെടുക്കല്. ഇന്നലെ കാലത്ത് പല വീടുകളിലും ചെന്ന് പോലീസ് വാതിൽ ചവിട്ടി പൊളിച്ച് 7ഓളം പേരെ കസ്റ്റഡിയിലെടുത്തു. അതിൽ 2 പേരെ വിട്ടയച്ചു. 5 പേർക്കെതിരെ കേസെടുത്തു. ഇന്നലെ പേരാമ്പ്രയിലെ CPM-ന്റെ പ്രകടനമായിരുന്നു. നേതാക്കളുടെ പ്രസംഗം, പ്രത്യേകിച്ച് EP ജയരാജനെ പോലെ ഒരാൾ, അദ്ദേഹം മുമ്പ് ജനപ്രതിനിധിയായിരുന്ന ആളാണ്, മന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞത് MP-യുടെ മൂക്കിന്റെ എല്ല് മാത്രമേ പൊട്ടിയിട്ടുള്ളൂ. ഇനി വീണ്ടും സമരം നടത്തിയാൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കും. അതായത് പരസ്യമായിട്ട് കലാപത്തിന് ആഹ്വാനം നടത്തുക. TP രാമകൃഷ്ണൻ പറഞ്ഞത്, പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഭീഷണിക്കൊന്നും വഴങ്ങണ്ട. അതായത് സജീഷിന്റെ മറ്റേ ഈ റൂറൽ SP ബൈജുവിന്റെ കുറ്റസമ്മതം ഞങ്ങളുടെ പെർമിഷൻ കൂടാണ്ട് നടത്തിയതാണ് എന്നുള്ള രീതിയിൽ റൂറൽ SP-നെ കുറ്റപ്പെടുത്തും. ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നവര്. പക്ഷെ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യമല്ല. റൂറൽ SP പറഞ്ഞത് മുഖവിലക്കെടുത്താൽ ഏത് പോലീസുകാരാണ്